റഷ്യയും യു എസും യുദ്ധത്തിലേക്കോ? യു എസിലെ അലാസ്കയ്ക്ക് സമീപം റഷ്യയുടെ യുദ്ധവിമാനങ്ങളെത്തി. റഷ്യയുടെ Tu-95, Su-35 യുദ്ധവിമാനങ്ങളാണ് അലാസ്കയ്ക്ക് അടുത്തെത്തിയത്. 4 വിമാനങ്ങളാണ് അലാസ്കയ്ക്ക് സമീപം എത്തിയത്. യു എസിൻ്റെ വ്യോമമേഖലയിൽ വിമാനങ്ങൾ കടന്നില്ല. രാജ്യാന്തര വ്യോമാതിർത്തിയിലായിരുന്നു വിമാനങ്ങൾ പറന്നത്. ഇവിടെ വരുന്ന വിമാനങ്ങൾ സ്വയം വെളിപ്പെടുത്തണം. സുരക്ഷ കണക്കിലെടുത്താണിത്. എന്നാൽ റഷ്യയുടെ വിമാനങ്ങൾ അങ്ങനെ ചെയ്തില്ല. അതിനാലാണ് യു എസ് വിമാനങ്ങൾ പ്രതിരോധം തീർത്തത്. റഷ്യയുടെ യുദ്ധവിമാനങ്ങളെ തടയാൻ യുദ്ധവിമാനങ്ങളെ അയച്ചതായി നോർത്ത് അമേരിക്കൻ എയ്റോസ്പേസ് ഡിഫൻസ് കമാൻഡ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. യു എസിൻ്റെയും കാനഡയുടെയും സംയുക്ത സുരക്ഷാ കമാൻഡാണിത്. F-16 ഉൾപ്പെടെയുള്ള എയർ ഡിഫൻസ് ഐഡൻറ്റിഫിക്കേഷൻ സോണിലാണ് റഷ്യൻ വിമാനങ്ങൾ എത്തിയത്. ഇത് രാജ്യാന്തര വ്യോമ മേഖലയാണ്. ഇവിടെ വരുന്ന വിമാനങ്ങൾ സുരക്ഷ കണക്കിലെടുത്ത് വിവരങ്ങൾ സ്വയം വെളിപ്പെടുത്തണം. റഷ്യൻ വിമാനങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് യു എസ് വിമാനങ്ങൾ പ്രതിരോധം തീർത്തത്. മുൻപും റഷ്യൻ വിമാനങ്ങൾ മേഖലയിൽ നിരീക്ഷണം നടത്തിയിരുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം യു എസ് റഷ്യ ബന്ധത്തിൽ ട്രംപ് പുതിയ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. റഷ്യയുടെ ജെറ്റുകളും ഡ്രോണുകളും നാറ്റോ രാജ്യങ്ങളുടെ ആകാശത്ത് കടന്നു കയറുന്നതിനെക്കുറിച്ചും ട്രംപ് നിലപാട് വ്യക്തമാക്കി. ട്രംപ് നേരത്തെ ഇതിനെ പിഴവെന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ അദ്ദേഹം നിലപാട് മാറ്റി. നാറ്റോ രാജ്യങ്ങളുടെ ആകാശം ലംഘിക്കുന്ന റഷ്യൻ വിമാനങ്ങളും ഡ്രോണുകളും വെടിവെക്കണമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഡെൻമാർക്കിലെ ഡ്രോൺ ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഡാനിഷ് തലസ്ഥാനമായ കോപ്പൻഹേഗൻ വിമാനത്താവളത്തിൽ ഡ്രോൺ സാന്നിധ്യം കണ്ടതിനെ തുടർന്ന് വ്യോമഗതാഗതം പൂർണ്ണമായി നിർത്തിവച്ചിരുന്നു. വിമാനത്താവളത്തിൻ്റെ നിയന്ത്രണം ഡാനിഷ് പോലീസ് ഏറ്റെടുക്കുകയും പ്രദേശത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തു. തിങ്കളാഴ്ച രാത്രി 9 മണിക്ക് ശേഷമാണ് വിമാനത്താവളത്തിൽ ഡ്രോൺ മുന്നറിയിപ്പ് നൽകിയത്. വിമാനത്താവളത്തിന് സമീപം 2-3 ഡ്രോണുകൾ കണ്ടതിനെ തുടർന്നാണ് ടേക്ക് ഓഫുകളും ലാൻഡിങ്ങുകളും നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. അതിനിടെ നാറ്റോയും റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ഞങ്ങളുടെ ആകാശം ഞങ്ങൾ എല്ലാ വിധത്തിലും സംരക്ഷിക്കുമെന്നാണ് നാറ്റോ പറഞ്ഞത്. എസ്റ്റോണിയ, പോളണ്ട്, റൊമാനിയ എന്നിവിടങ്ങളിൽ റഷ്യൻ ഡ്രോണുകളും വിമാനങ്ങളും വ്യോമാതിർത്തി ലംഘിച്ചിരുന്നു. പിന്നാലെയാണ് ട്രംപിൻ്റെ നിലപാട് മാറ്റവും നാറ്റോയുടെ പ്രതികരണവും.